ഹലോ മച്ചമാരെ, ഗുഡ് മോർണിംഗ്. സോ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാൻ ആക്കുന്നത് ഗോൾഡ് സൂക്ക്, അബ്ര ബോട്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഇന്ന് വളരെ ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. ഞാൻ ഇന്നലെ നല്ല ലേറ്റായി തിരിച്ചെത്തിയപ്പോൾ, ഉറങ്ങിയപ്പോൾ 2-2:30 ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 10-10:30-11 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് നേരെ തിരിച്ച് കഴിഞ്ഞ് അപ്പോൾ ആദ്യം ഫവാസൊക്കെ അവധിയാണ്. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ ചില്ലാവാന്ന് കരുതി പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം കളറാക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പവറാക്കി തരാം. എന്തെങ്കിലും പറയാൻ? ടാക്സി വിളിയൻ. നമ്മള് ഫൈനലി റഷീദിയയിലെത്തി ടാക്സി വിളിച്ചിട്ടാ പോകുന്നത്. നമ്മളെ മെട്രോ ആണ് കാണുന്നത്. നേരെ മെട്രോയിലോട്ട് കയറാം കേട്ടോ. നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ പുറത്തേക്കുള്ള വ്യൂ ആണത്. മെട്രോയിൽ പൊക്കോണ്ട് കേട്ടോ. റഷീദിൽ മെട്രോ കയറിയിട്ട് നേരെ ഡയറക്റ്റ് സെന്ററിൽ പോകണം. പുറത്തന്നെയായ വ്യൂ ആട്ടോ. എയർപോർട്ടാണ് കാണുന്നത്. ദുബായ് എയർപോർട്ടാണ് ഈ കാണുന്നത്. എക്സിറ്റ് 4 ഇറങ്ങി ഉമ്മാരെ വെയിറ്റ് ചെയ്ത് കേട്ടോ. ഞാൻ ഉമ്മാരപ്പം അറിയില്ല. പയ്യനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരു കുയ്യാനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതായത് നിൽക്കണണ്ട ചമ്മലൊക്കെ ഇട്ടും കണ്ട് കണ്ട. ചെക്കൻ ഫുള്ള് ഫ്രീക്കായിട്ട് നിൽക്കണത്. ഇങ്ങനെ ഹലോ കുയ്യാന്ന് അറിയണവരുണ്ടോ? ഇപ്പൊ സാധനം പറയും ഹലോ കുയ്യ, ഹലോ കുയ്യ. നല്ല ക്ലൈമറ്റ്, അടിപൊളി കേട്ടോ. ഒരു രക്ഷ, നല്ല നല്ല വെതർ, ചൂടൊക്കെ കുറഞ്ഞ നല്ലൊരു ഇളം കാറ്റ്. ഏതാണ് ഫുഡ് നമ്മൾ കഴിക്കാൻ പോണത്? ഓതന്റിക് യമൻ മന്തി കഴിക്കാൻ പോകട്ടോ. അനീസൊക്കെ വന്നാ? ഓക്കെ ഫൈൻ. ഇതാണ് നമ്മൾ കഴിക്കാൻ പോണ റെസ്റ്റോറൻറ്റ്, ടിബ്ബ മന്തി. സോ നേരെ പോയാക്കട്ടെ. പിള്ളേരൊന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇതേ കണ്ട ഇരിക്കണൊക്കെ. അനക്ക് ഊരവേനൊക്കെ ഇല്ല അല്ലേ? അനക്ക് ഇതേടെ അയ്യോ ഷിട്ട് മോൻ. നമ്മള് ഫുഡ് കഴിക്കണ്ടോ? അവിടെ നിലത്തറയിൽ നിന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. ഷിട്ടുമോൻ, ഷിട്ടു സുന്ദരൻ, ഷിട്ടു സുന്ദരോ, ഷിട്ടുകുട്ടൻ. കൊണ്ടട്ടി ഉണ്ട് ഇവിടെ. അനീസിന്റെ കൊണ്ടട്ടി, ഷിട്ടുകുട്ടൻ, അനീസ്, ഹാദി ആൻഡ് വേടൻ ആൻഡ് ഇറ്റ്സ് മീ ആൾസോ ഹിയർ. അപ്പോൾ ഒന്ന് ആൾക്കാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ ഉഷാറാക്കി തരാം. നമ്മളൊന്ന് പവറാക്കി തരാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും ഒന്ന് പവറാക്കി തരാം. കുറേ വീഡിയോസും നമ്മൾ പുതിയ തുടക്കത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സജഷൻ വെക്കുക. അപ്പോൾ നമ്മളത് മാറ്റിയെടുക്കും. സോ ഗൈസ് സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക, പവറാക്കി തരാം, ഷെയർ ചെയ്യാം. ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് മിക്സ് ആണ്. മിക്സ് എന്താണ്? ചിക്കൻ മട്ടണ് മിക്സ് ആട്ടോ. രണ്ടും മിക്സ് ആയിട്ട്. പിന്നെ സൂപ്പ് വന്നിട്ടുണ്ട്. ചിക്കൻ റൈസ് ആണ്. പ്ലേറ്റ് വന്നിട്ടുണ്ടോ? സോ നമ്മളങ്ങനെ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമ്മള് കുനാഫ കട്ട് ചെയ്യാൻ പോവാണ്. കുത്ത് ഒരു കൈ എടുത്ത് കുത്തിയാ മതി. ഞാൻ ഫുഡ് ബ്ലോഗ് തുടങ്ങിയാലോ? ചുട്ടിപ്പാറിന്റെ പകരത്തിന് നിർത്തുന്നില്ല ആള്. ഒറ്റക്കൈയാണോ മുറിക്കണത്? അവന് തന്നെ പരിപാടി. അവനെ കൊണ്ട് ഇറച്ചോട്ട്. സോ ഗായ്സ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടാ. ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല മന്തി, നല്ല അടിപൊളി മന്തിയായിരുന്നു. മന്തി കഴിച്ചു. പിന്നെ കുനാഫ കഴിച്ചു. സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടടാ? നല്ല മന്തിയായിരുന്നു അല്ലേ? വാവ്. മെട്രോയിലോട്ട് കയറി നമ്മള്. ഗുബൈബ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഈ നേരം നമ്മളങ്ങോട്ട് പോകണേ ഗോൾഡൻ സൂക്ക് അല്ലേ? ഏതാ? സോ ഗോൾഡ് സൂക്ക് പോകണം. പിന്നെ അബ്ര ബോട്ട് കയറണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. ഇതാണ്ടോ ഗുബൈബ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വൈബാട്ടാകുമ്പോൾ ഫുള്ള് ഗ്രീനറിയാണ്. അപ്പം നമ്മൾ നേരെ റബ്ബർ ബോട്ട് കയറിയിട്ട് ഇവിടുന്ന് നേരെ ഗോൾഡൻ സൂക്കിലോട്ട്. ഗുബൈബ നഗരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലോട്ടാണ്ടോ അങ്ങനെ ബിൽഡിങ് കാര്യങ്ങൾ കണ്ടോ. ട്രഡീഷണൽ സ്റ്റൈലിലാണിത് പണിതിട്ടുള്ളത്. നമ്മൾ അപ്പുറം കിടക്കണ്ട അല്ലേ? ആ ഏരിയല്ലേ ഗോൾഡൻ സൂക്ക്? അങ്ങോട്ട് പോകണം. ഈ ബോട്ട് ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോകണ്ട ഗോൾഡൻ സൂക്ക്.
ഇതാണ്ട് അബ്ര ബോട്ട്, ഉറുപ്പ്യൻ്റെ ബോട്ട്. ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ, നല്ല തിരക്കാണുമ്പോൾ. കാരണം അവധിയായതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നേപ്പാളീസാണ്. അവരുടെ ഒരു ഏരിയ തന്നെ ഇത്. നല്ല അടിപൊളിയാണ്. ഫുള്ള് ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടുള്ള പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് സൈഡിലൊക്കെ. ഗോൾഡൻ സൂക്ക് പോയാലും അങ്ങനെ തന്നെയാണ്. അതിൽ വൈബാണാകുമ്പോൾ കാണുന്നതാണ് അബ്ര ബോട്ട്. എവിടെ? ഇവിടെ ഗായ്സ്, നമ്മൾ ഫൈനലി അബ്ര ബോട്ടിൽ കയറിയിട്ടാ. ഇവിടുന്ന് ഇപ്പം ഈ കരയിൽ നിന്ന് ആ കരയിലോട്ട് പോകട്ടോ, ഗോൾഡൻ സൂക്കിലോട്ട് പോകണം. നമ്മൾ ഓൺ ദ വേ ആണ്ടാ. എന്താ രസം. സോ ഗായ്സ്, നമ്മളങ്ങനെ ഫൈനലി ഗോൾഡൻ സൂക്കിലോട്ട് കിടന്നിട്ടുണ്ട്. ഇതല്ലടാ ഗോൾഡൻ സൂക്കല്ലേ? ഗോൾഡൻ സൂക്കല്ലേ? ഗോൾഡൻ സൂക്കിലോട്ട് കിടന്നിട്ടുണ്ട്. എന്താ ഭംഗിയില്ല. അതാണ് ഇതിൻ്റെ ഇതാണ് മെയിൻ ഗേറ്റ്. ഇതിൻ്റെ പഴമയുടെ തനിമയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇതുകൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ പഴയ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ എന്താ സ്പൈസസിൻ്റെ ഒക്കെ സ്മെല്ലില്ലേ? ഓ നൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗോൾഡൻ സൂക്കിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ഫുൾ സ്പൈസസ് ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടാ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഗോൾഡൻ സൂക്കിലൂടെ ഉള്ളിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല എന്താ പറയുക, ഈ സ്പൈസസിൻ്റെ ഒക്കെ നല്ല അടിപൊളി മണം, സ്മെല്ല്, അതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു പഴമയുടെ തനിമയൊക്കെ നിർത്തിക്കൊണ്ടുള്ള ബിൽഡിങ്ങുകളും പിന്നെ അതുപോലെ തന്നെ നല്ല സ്പൈസസിൻ്റെ സ്മെല്ലും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ തന്നെ കേട്ടോ. അത് നല്ല സംഭവം. പക്ഷേ ഇവിടുന്ന് കടകളിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റി സാധനങ്ങളായിരിക്കും, പക്ഷേ നല്ല കോസ്റ്റ്ലി ആയിരിക്കും ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. അതെ, മൊത്തത്തിലൊരു അന്തരീക്ഷം മാറിയില്ല. ഇപ്പൊ ദുബായിയുടെ സ്പൈസസ് ആണ്, നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും സ്പൈസസ്. നമുക്ക് ഇവിടെ നിന്നിട്ടേ ഇതേണ്ടോ കാലുമ ടാറ്റു അടിക്കങ്ങട്ട് ചോദിക്കേ, ഞാൻ ടാറ്റു ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാം. നമ്മളങ്ങനെ ഗോൾഡൻ സൂക്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ഗോൾഡൻ സൂക്കിൻ്റെ കവാടത്തിലേക്ക് കാണുന്നത്. ബാക്കിൽ കാണുന്നതാണ് ഗോൾഡൻ സൂക്ക്. എൻ്റെ കെട്ടുകൾ അവിടെയാണ്, അവരോട് പോയിട്ടുണ്ട്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഫുൾ ഗോൾഡ്. ലാക്കിന്റെ മോതിരം നോക്കുന്നത്. ഇത് ആരെ മേത്തിടാനാണോ? എന്താല്ലേ ഇതാട്ടോ, ഗിന്നസ് വേൾഡ് റെക്കോർഡിലെ മോതിരാണ്. കണ്ടോ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, വലിയ മോതിരം. ഇത് ആരെ നെഞ്ചത്ത് ആരെ പേരിലും ഇടാനാണോ? അത് കണ്ടോ, പിന്നെ ജെട്ടി വരെ ഗോൾഡിലുണ്ടാക്കി. കണ്ടോ, വരണെടുക്കല്ലോ നമുക്ക് ഗോൾഡില്. എന്താല്ലേ ഗോൾഡിന്റെ കളിയാണ്. ആ പട്ട ഈ പട്ട അങ്ങനെ പല പട്ടകളുണ്ട് ഇവിടെ. ഞാനുണ്ട് കണ്ടിട്ട്. ഇവള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ ഇവള് കാണുമ്പോൾ ഇവൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല, ആൾക്കാരെ ഒരുക്കാൻ വേണ്ടി പടച്ചട്ട വളരെ ആളാക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഉണ്ടാവും, തിളങ്ങിയിട്ടുണ്ടാകുമ്പോ. അയ്യോ ഗോൾഡ്, ഇവനെ നെഞ്ച് കലങ്ങിയിട്ടുണ്ട്. എന്താ ഒരു മത്സ്യകന്യകന്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നടന്ന് ഷിട്ടുമോൻ തളന്ന് കേട്ടോ. ഫുള്ള് ഗോൾഡിന്റെ കണ്ട ഏറണം വേണ്ടോ, ഒരു രക്ഷല കേട്ടോ. ഫുള്ള് ഗോൾഡിന്റെ അല്ല, ഗോൾഡൻ സൂക്കിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഗോൾഡല്ലേ ഉണ്ടാവുള്ളൂ. മക്കളെ ഇതാണ് കേട്ടോ ഗോൾഡ്. കണ്ടോ ഫുള്ള് ഗോൾഡ്. അതായത് ഫേസ് മുതൽ ജട്ടി മുതൽ ബ്രാ വരെ എല്ലാം കണ്ടോ, എല്ലാം ഗോൾഡ് കൊണ്ട്. എന്തല്ലേ ഫുള്ള് ഗോൾഡ്. ഇതാണ് മക്കളെ കണ്ടോട്ടോ, ഒരു രക്ഷയിലാകുമ്പോൾ ഡ്രസ്സ് എല്ലാം യുനോ കംപ്ലീറ്റ് ബോഡി ഗോൾഡിനകത്ത്. അമ്മാതിരി ഡ്രസ്സാണല്ലോ ഇവിടെ അല്ലേ, കയ്യ് എല്ലാം
ഒരു രക്ഷല്ല, മാരകം. പാറ് ഈ ഗോൾഡുകളൊക്കെ കണ്ടാ പറയണേ ഇതൊന്നും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ് ഇടേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി. നല്ല ആളെ കിട്ടിക്കണത്. ഇതേ പോണ് വീഡിയോ ഒക്കെ എടുത്ത് കണ്ട്. ഇത് കണ്ടോ അടുത്ത്? ഓ മാരകം, കണ്ടോ? ഒരു രക്ഷയിലാകുമ്പോ. പക്ഷെ എന്താല്ലേ ഓരോ ഐറ്റംസ് ഉണ്ടോ? അതെ, ഓരോ ഐറ്റംസ് നോക്കി. എന്തൊക്കെ ഐറ്റംസ് കേട്ടോ. കയ്യമ്മൊക്കെ കണ്ടോ? അസാസിൻ ക്രീഡിലൊക്കെ പോലത്തെ സാധനം. എന്തൊക്കെ ജാതി ഐറ്റംസ് ആട്ടോ ഗോൾഡുകളൊക്കെ ഉള്ളത്. ഒരു രക്ഷയില്ല. ഈ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിന്റെ വല്ല ആവശ്യമുണ്ട് നിങ്ങൾ ബാഗിൽ കാണാൻ പറ്റും. കണ്ടോ? സ്ഥിരം വരുന്നതാണ്, ഡെയിലി വന്ന് സ്വർണ്ണം എടുക്കുന്ന സ്ഥലമല്ല. അതെ, പ്രവാസ് ഡെയിലി വന്ന്. ആർക്കടാ? എൻ്റെ വൈഫിന്. അല്ലാതെ ഇവിടെ വരുന്നുണ്ട്. രണ്ടാം തീയതി ഞാൻ ചോദിക്കണ്ടേ, അനക്ക് ഡെയിലി സ്വർണം കിട്ടാറുണ്ടോ അല്ലേ? 3-ാം തീയതി ഇവനെ കാണണ്ടാവില്ല കേട്ടോ. 2-ാം തീയതി ഉണ്ടാവും. 2-ാം തീയതി മാത്രമേ ഉണ്ടാവുള്ളൂ. 3-ാം തീയതി ഇവനെ കാണണ്ടാവില്ല. നമ്മളങ്ങനെ ഗോൾഡ് ഒക്കെ നോക്കി ഇങ്ങനെ വന്നപ്പോൾ ഒരു കുറച്ചൊരു ഏരിയയിലെത്തിയിട്ട് സെവനിയറൊക്കെ കിട്ടുന്ന സ്ഥലം ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതാട്ടോ സ്ഥാനങ്ങളുണ്ടോ, മറ്റേ നമ്മൾ ഈ കസക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും പോയി കണ്ട പ്ലേറ്റ് കണ്ട. ബുർജ് ഖലീഫ, ഒട്ടകം, നല്ല ഒട്ടകാഹ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു ചിലട്ട് അടിപൊളിയാകുമ്പോൾ അങ്ങനെ നമ്മൾ ഗോൾഡ് സൂക്കിൽ നൈസായിട്ട് പുറത്തിറങ്ങി. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സ്പൈസസിൻ്റെ ഒക്കെ ഏരിയ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈസസ്, അതുപോലെ സുവനീർ, ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉള്ള ഊത്, ഇങ്ങനത്തെ ഷോപ്പുകളില്ല ഒരു ഏരിയ കൂടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നല്ല ഊതിൻ്റെ സ്പൈസിൻ്റെ സ്മെല്ല്. എങ്ങനെയുണ്ട് ഗോൾഡ് സൂക്ക്? എങ്ങനെയുണ്ട്? അതല്ലേ ഫുള്ള് ജട്ടി മുതൽ അരപ്പട്ട മുതൽ എല്ലാം ഉണ്ട്. അതെ, കയ്യിനിടണ, കാലിനിടണത്, നെഞ്ചത്തിടണത്, മാലക്ക്, പിന്നെ ശരീരം മൊത്തം. അതെ, ശരീരം മൊത്തം പൊതിയല്ലേ ഗോൾഡ്. ഡ്രസ് ഇടേണ്ട ആവശ്യമില്ല, സ്വർണ്ണം ഇട്ടാൽ മതി. അമ്മ അതിൽ ഐറ്റംസ് ഒക്കെ എല്ലാം അവിടെ. അതിന്റെ 2 സൈഡിലുണ്ട്. നമ്മൾ 2 സൈഡിൽ നിന്ന് ഒരു സൈഡിൽ മാത്രം നോക്കിയിട്ടുള്ളൂ. 2 സൈഡിൽ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ഗോൾഡൻ സേർക്കും കഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവെക്കാം കേട്ടോ. ഇതാണുമ്പോൾ സ്ട്രീറ്റ് ഇതുണ്ടോ. സാധാരണ ഈവനിങ് ഒക്കെ ഫുള്ള് ജനങ്ങൾ നിറയും. ഇപ്പോൾ ഏകദേശം ഈ സമയത്തൊക്കെ ആൾക്കാർ വേണം കേട്ടോ. മറ്റേ ഏരിയയിലുണ്ട്, വേറെ ഏരിയ ഉണ്ട്. ഇവിടെ അധികം വലിയ തിരക്കില്ല. ഗോൾഡൻ സൂക്ക് അങ്ങോട്ട് ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട്. അതെ, ഗോൾഡൻ സൂക്ക് അങ്ങോട്ടൊക്കെ നല്ല തിരക്കുണ്ട്. ഇവിടെ വലിയ തിരക്കില്ല ഈ ഏരിയ. അതെ, ഫുള്ള് ഉണ്ടോ സ്പൈസസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇപ്പം കുങ്കുമപ്പൂ, സാഫ്രോൺ, പിന്നെ ഊത്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് ടീ അടിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പ് ഉണ്ടോ തപ്പട്ടെ. ടീ അടിക്കാൻ നല്ല ടീ അടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. ടീ അടിക്കാൻ ഞാനും ആദ്യം നമ്മൾ പെർഫ്യൂം നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ വിചാരിച്ച ബ്രാൻഡില്ല. ഏതാണ് നീ നോക്കിയത്? അതെ, റസാസി സിഗ്നേച്ചർ നല്ലൊരു ബ്രാൻഡാണ് ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. സോ അതില്ല. അപ്പോൾ നമ്മൾ വേറൊരു ഷോപ്പ് പറഞ്ഞു. അവരുടെ ഷോപ്പ് തന്നെ പറഞ്ഞേ? ഇവരുടെ തന്നെയാണോ അതോ വേറെ? സെയിം ടീം എൻ്റെ തന്നെ. അപ്പോൾ വേറെ പ്ലേസിലല്ല, അവിടെ പോയിട്ട് നോക്കാം. 1-2 ഞങ്ങൾ നോക്കി. പക്ഷെ ഒരു ലേഡീസിനൊക്കെ പറ്റിയ ടൈപ്പ് അല്ല, കൂടുതലൊരു സ്മെല്ല്, ഒരു സ്വീറ്റ് സ്മെല്ലുകളാണ് കൂടുതൽ. ഫ്രൂട്ടീവ് ടൈപ്പ് അങ്ങനത്തെ സ്മെല്ലുകളാണ് കൂടുതൽ. ഈ ഏരിയ കൂടുതലും മറ്റേ പെർഫ്യൂമിൻ്റെ ഒക്കെ ഒരു അല്ലേ, ഈ ഒരു ഏരിയ മൊത്തത്തിൽ. നമ്മളിന്ന് ചായ കുടിക്കണം. അവന്മാരോടെ ഫുള്ള് ഇതുപോലെ തന്നെ എന്താ പറയുക, സാഫ്രോണ്, പെർഫ്യൂം, ഊത്, അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ ഉണ്ടോ അത് ഈ കാണുന്ന. അങ്ങനെ പൊക്കോണ്ടോട്ടെ, ഒരു ടീ അടിക്കാം. എന്താ അവിടെ ഉണ്ടാക്കണം, പിള്ളേരെ അങ്ങനെ വിളിക്കണേ ടീ അടിക്കാൻ തുടങ്ങിയ. സോ ഗൈസ്, നമ്മൾ ഗോൾഡൻ സൂക്ക് കണ്ട്, സ്പൈസസ് കണ്ടു, അങ്ങനെ എല്ലാം കണ്ടു. നിങ്ങളും കണ്ടല്ലോ. അപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പാതയിലൂടെ അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ദുബായിൽ വരുന്ന ആൾക്കാർ 1 ടൈം എന്താ പറയുക ഒന്ന് കാണുന്നത് നല്ല കേട്ടോ. നല്ല അടിപൊളി ഒരു വൈബ് സ്പോട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് കലാവിരുദ്ധകൾ, സംഭവങ്ങൾ, ഗോൾഡ്, ഗോൾഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണേണ്ട സംഭവം തന്നെയാണ്. കാരണം ഒരു ശരീരത്തേക്ക് ഫുള്ള് ഇടാനുള്ള ഗോൾഡ് ഉണ്ട്. അതായത് ഗോൾഡ് മതി, ഡ്രസ്സ് വേണ്ട, ആ ലെവലിൽ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ബാക്കിൽ, ഒരു പഴമയുടെ ഇതൊക്കെ നിർത്തിയിട്ടുള്ള അടിപൊളിയാകുമ്പോൾ.
സോ ഒരു പക്ക അറബിക് ട്രഡീഷണൽ ടച്ചിലൊരു ഏരിയ ആണ് അപ്പോൾ മച്ചന്മാരെ നല്ല ഇരുട്ടാകുമ്പോൾ നമ്മൾ തിരിച്ചങ്ങനെ ഇതാണ്ട് നമ്മുടെ ഗോൾഡൻ സൂക്കിൻ്റെയും ഇതിനകത്ത് കവാടാണ് ഈ കാണുന്നത്. സോ നമ്മൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പുറത്തിറങ്ങി ഇനി നേരെ തിരിച്ച് അബ്ര ബോട്ട് പിടിച്ചിട്ട് അല്ലേ അബ്ര ബോട്ട് പിടിച്ച് തിരിച്ചു പോകല്ലോ അതുകൊണ്ട് സബ്ര ബോട്ട് പിടിച്ച് നമ്മൾ തിരിച്ചിതാകണം. ബാക്കിൽ കാണാണ് സബ്ര ബോട്ട് പിടിച്ചിങ്ങാണ്ട്. പിന്നെടാ നിങ്ങൾ തന്നെ അല്ലേ ബ്ലോഗിൽ മെയിൻ ക്യാരക്ടറല്ലേ നിങ്ങൾ, തമ്പനയിൽ വരെ നിൻ്റെ ആയിരിക്കും. ഇനി കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് നിൻ്റെ. സോ ഇത് കണ്ടോ എന്താല്ലേ പഴയൊരു ഇതുണ്ടോ പെട്ടി മഞ്ച ഇത് കണ്ടോ സംഭവം. ഇത് ക്ലോസ്ഡാ. സോ ഇതൊരു പഴയ കാലത്ത് യൂസ് ചെയ്യുന്നതിനൊരു പെട്ടിയാണ് അപ്പം. അതായത് പണ്ടത്തെ രാജാക്കന്മാരും ഇവരൊക്കെ ക്ലോത്തിങ് ജ്വല്ലറി ആൻഡ് ആക്സറീസ് ഒക്കെ ഉണ്ടോ പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നൊരു ബോക്സാണ് ഈ കാണുന്നത് കണ്ടോ. ആ പാറ് പൊക്കാൻ പോവാട്ടോ. അൽഹംദുലില്ലാ. കൈ ഒടുങ്ങരുതേ, വിരലൊടുങ്ങരുതേ. ഫുഡ് ഉണ്ടാക്കാനാണ്. ഇതാണ് കവാടൻ്റെ ഗോൾഡ് സൂക്കിൻ്റെ ഇവിടെ കേട്ടോ. നമ്മുടെ അപ്പുറത്തേക്ക് പോകാനല്ലേ പിന്നെ ക്രോസ് ഇതാണ്. അപ്പോൾ സിഗ്നൽ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളൊന്ന് മാറ്റി പിടിക്കാതി ടണൽ പിടിച്ച് പോകാമെന്ന് കരുതി. അതെ അതാണ്ടോ ടണലാട്ടത്. വെള്ളം കയറിയ ടൈമിലൊക്കെ ഫുള്ള് വെള്ളം കയറി കാണും ഇതിനകത്തില്ലേ. അങ്ങനെ ഞങ്ങൾ ടണലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വന്നോട്ട് കേട്ടോ. കട്ട് ചെയ്ത് പോടാത്തണ്ടി ഓടുന്നു. സോ ഗൈസ് നമ്മളങ്ങനെ ടണലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. അതിനൂടെ ഹാദിയുണ്ട്, പിയാറുകുട്ടിയുണ്ട്. അപ്പം നമ്മളങ്ങനെ ടണലിൻ്റെ അടിയിൽ കൂടി നടന്നുകൊണ്ട് ആരും ഇല്ല കേട്ടോ ഇതിനകത്ത്. വേറെ ലെവൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിക്കൊക്കെ അടിച്ചാൽ വേറെ ലെവൽ കിട്ടുന്നുണ്ടോ? വേണോ പിക്ക് വേണോ? ബാ ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് അബ്ര ബോട്ടിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് പൊക്കോണ്ടൊക്കെയാണ്. പാലം പണിയൊന്നുമില്ല. കേട്ടോ ഗോൾഡ് സൂക്കിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. അബ്ര ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നമ്മളിങ്ങനെ നിൽക്കാൻ ടൈമിൽ വലിയൊരു യാച്ച് വേണോ. ഒരു അന്യായം സൈസ് ഉണ്ടോ. ഗോൾഡ് സൂക്കിൻ്റെ ഓപ്പോസിറ്റ് എത്തി. ഇതാണ് വലിയ യാച്ചാണ് പോണത്. ഓ ഒരേ പൊള്ളി സംഭവം അല്ലേ. ഓ ഒരു രക്ഷയില്ല. ഉറപ്പിൻ്റെ അബ്ര ബോട്ടൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഗോൾഡ് സൂക്ക് കണ്ട് തിരിച്ചു വന്ന് അപ്പം നമ്മൾ ബർദുബായിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ഓരത്തിന് ഇരിക്കണ്. ആദ്യമുണ്ട് ഇവിടെ എൻ്റെ കുട്ടികളുണ്ട്, ഫറുണ്ട്, ഷിറ്റുക്കുട്ടനുണ്ട് അപ്പുറത്ത്. പിന്നെ അനീസ് പിന്നെ ഫവാസും അവർ കസിൻ വന്നിട്ടുണ്ടായിരുന്നു ഷെഫീക്ക് നാട്ടിലെ. അപ്പോൾ അവർ പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാവും. എന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ വേറെ എന്താ പ്ലാൻ നമുക്ക്. ഷിറ്റോടെ കളിച്ചോണ്ട് കേട്ടാ കണ്ടാ. ഇവിടുന്ന് ഇങ്ങനെ വലിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഓടി വരും കണ്ടാ. കളിച്ചോണ്ട് ചക്കൻ വേണ്ട. അതെ ഞാൻ എങ്ങനെയല്ലേ ബാലൻസ് ചെയ്യണത്. ഇതട ഈ കാണുന്നതാണ് ഒരു സൂക്കാണ് കാണുന്നത്. ബർദുബായ് സൂക്കാണ് ഈ കാണുന്നത്. ഇവിടെ പിന്നെ അങ്ങേ പൊളി കാണുന്നതാണ് നമ്മുടെ ഗോൾഡ് സൂക്ക്. പിന്നെ അബ്ര ബോട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സൂക്ക് ഉണ്ട് ബർദുബായ് സൂക്ക്. ബർദുബായ് സ്ട്രീറ്റ് ആട്ടോ ഈ കാണുന്നത്. ഇങ്ങോട്ട് എവിടേക്കാണ് പിള്ളേർ പോയത് സ്വീറ്റ്സ് വാങ്ങാൻ. ഇറങ്ങാൻ പോകട്ടോ. സമയം 9 മണിയായി. ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങണത്. സാധനങ്ങളൊന്നും മിസ്സായിട്ടില്ലല്ലോ. നമ്മൾ ഇറങ്ങട്ടെ. നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതാ. ഈ ഇതേ ബാക്കിൽ ഈ കടയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വളരെ ചീപ്പാട്ടോ. അപ്പോൾ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഒരുപാട് എന്താ പറയുക. ഞാനൊന്ന് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നു. അവിടെ ഫുഡ് കണ്ടാൽ തന്നെ ഞാനില്ലാതെയാവും. ഒരു രക്ഷയില്ല. എന്തൊക്കെ ഐറ്റംസ് അറിയാം. സ്പൈസസ് ചോക്ലേറ്റ് കുനാഫ ഇത് സകലമായ ഐറ്റംസ് ഉണ്ട്. വളരെ ചീപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബർദുബായിലാണ് ഈ കടയാണല്ലോ കേട്ടോ. ഈ ബാക്കിൽ കാണുന്ന കട. ഇതാണ് ഷോപ്പ്. ആകുമ്പം എന്താ പറയുക അടിപൊളി സ്വീറ്റ് ഷോപ്പാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പോയിട്ട്
ഫവാസ് അവിടുത്തെ സെയിൽസ്മാനായി ടേസ്റ്റി, ഇത് ടേസ്റ്റി, അത് ടേസ്റ്റി, കഴിക്ക്. നമ്മളിങ്ങനെ കഴിക്കന്നെ. ആളെയും വാങ്ങിയത് 500 ഗ്രാം ആണെങ്കിലും കഴിച്ചത് 2 കിലോനാണ്. ഇരുന്ന് കഴിക്കണം ആളെ ഇരുന്ന് കണ്ട്. മക്കളെ ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ടൊരു വണ്ടിയാണ്. വെല്ലയുടെ പഴയ സാധനം, ക്ലാസിക് ഐറ്റം റോൾസ് റോയ്സിൻ്റെ പഴയ റോൾസ് റോയ്സ് പോലെ തന്നെ ഉണ്ടോ സാധനം ഐറ്റം, ചിമ്മിട്ട സാധനം, ഒരു രക്ഷല്ലേ. നമ്മള് പിന്നെ ബർദുബായിന്ന് പോന്നു. നമ്മുടെ എന്താ പറയുക ബുർജുമാൻ മെട്രോ കയറി ബുർജുമാൻ മെട്രോ ഇറങ്ങി. ഇപ്പോൾ നമ്മുടെ നൈറ്റ് മാർക്കറ്റിൻ്റെ അവിടെ ആണുള്ളത്. ഷിറ്റു ഇപ്പോൾ വൈകുന്നേരം വരുമ്പോൾ എപ്പോഴും ഇറങ്ങി കാണും. അതിനൂടെ മുയലിനെയും ആമേനെയും പിന്നെ ഈ എന്താ പറയുക അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എലി വെള്ളലി അതായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഷിറ്റുക്കുട്ടാ എങ്ങനെണ്ടാ, രസമുണ്ടോ? എപ്പോഴും ഉറക്കല്ലടാ നോക്കടാ, നോക്ക് സത്തം നോക്കടാ. ഷിട്ടുവിനെ എങ്ങനെയുണ്ട്? രസ ഇഷ്ടായോ? വെള്ളലി ഉണ്ടോ? വെള്ളലി ടേസ്റ്റ് അല്ലേന്നോ? അതെ നക്ഷത്രം ടേസ്റ്റ് അല്ലേ? രാവിലെ ആന്ന് ആമ റോസ്റ്റ്, അതെ ആമ ഉപ്പിലിട്ടത്. മരങ്ങൾ കണ്ടോ എന്താ അടിപൊളിയിലെ. ഓഫ് മാരകം, ഒരു രക്ഷയില്ല. സോ മച്ചന്മാരെ നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:37 ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകും കേട്ടോ. ഒരു ചെറിയത് ലൈറ്റിംഗ് വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഓ അത് പൊളിച്ചു. അങ്ങനെ നമ്മൾ ഫൈനലി റൂമിലെത്താനായിട്ട് ലിഫ്റ്റിലാണ് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണ്ട. ലിഫ്റ്റിലാണുള്ളത്. നല്ല ടയർഡായി. ഇനി രാവിലെ എനിക്ക് വീണ്ടും പോകണം. ഓഫ് സീന് സകലയില് വീട്ടിലെത്തിട്ടാ പറഞ്ഞു.